നമസ്കാരം. വിഷൻ 24 വാർത്തകളിലേക്ക് സ്വാഗതം. ആർത്തോളം തണൽ ഇന്റർ സ്കൂൾ ആർട്സ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നവർക്ക് ആതിഥ്യമരുളുകയാണ് കുറ്റ്യാടി. ആർത്തോളം തണൽ ഇന്റർ സ്കൂൾ കലോത്സവത്തിന് കുറ്റ്യാടി ആതിഥ്യമരുളുകയാണ്. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ഭിന്നശേഷി മക്കളുടെ കലാപ്രകടനങ്ങൾ കുറ്റ്യാടിയിൽ വെച്ച് അവർ അവതരിപ്പിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായി കുറ്റ്യാടിയിലെ ആബാലവൃദ്ധം ജനങ്ങളും ഈ ഭിന്നശേഷി മക്കളെ സ്വീകരിക്കാൻ വേണ്ടി എല്ലാ അർത്ഥത്തിലും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കുറ്റ്യാടിയിലെ എല്ലാ വീട്ടുകാരും, കുറ്റ്യാടിയിലെ ടൗൺ പരിസരത്തുള്ള എല്ലാ വീട്ടുകാരും കുട്ടികൾക്ക് ആതിഥ്യമരുളുവാനും അവരെ താമസിപ്പിക്കാനും അവരെ സ്വന്തം മക്കളെപ്പോലെ പരിചരിക്കാനുമുള്ള ആവേശത്തിലാണ് എല്ലാവരും. അതിൻ്റെ മുന്നോടിയായി എല്ലാ വീടുകളിലും ഓരോ മക്കളെ ദത്തെടുത്ത് 2 ദിവസത്തേക്ക് ദത്തെടുത്തുകൊണ്ട് അവരുടെ എല്ലാ പ്രയാസങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് നമുക്ക് പിറക്കാത്ത നമ്മുടെ മക്കളാണ് എന്ന് കരുതിക്കൊണ്ട് തന്നെ എല്ലാവരും അത് ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പല വീടുകളിലും സന്ദർശിച്ചപ്പോൾ എല്ലാവരും അവരുടെ ആ സ്വമനസ്സാലെ ഇത് വളരെ സന്തോഷത്തോടു കൂടി എല്ലാ കാര്യങ്ങളിലും ഏത് തരത്തിലുള്ള സഹകരണങ്ങളും എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള തരത്തിലാണ് ജനങ്ങൾ ഇതിനെ ഉറ്റുനോക്കുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ടെന്നാലും ഈ ഒരു സംരംഭം ഒരു ചരിത്ര സംഭവമായി തന്നെ മാറുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ സംരംഭത്തിന് എല്ലാവരുടെയും പിന്തുണ, ആബാലവൃദ്ധം ജനങ്ങളുടെയും കുറ്റ്യാടിക്കാരുടെ പിന്തുണ ഇതിനുണ്ട് എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഈ പ്രവർത്തനത്തിൽ വളരെയധികം മുന്നേറാനുള്ള ഒരു കരുത്ത് നൽകുന്നത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന 800ഓളം ഭിന്നശേഷി മക്കളെയും അവരുടെ രക്ഷിതാക്കളെയും സ്വീകരിക്കാനാണ് കുറ്റ്യാടിയിലെ വീട്ടുകാർ തയ്യാറായത്. രക്ഷിതാക്കളോടൊപ്പം ഇവിടെ എത്തുന്ന ഇവർക്ക് അവരുടെ ശാരീരികാവസ്ഥ മനസ്സിലാക്കി പ്രത്യേക പരിചരണം തന്നെ നൽകേണ്ടതുണ്ട്. ഇവരെ നമ്മുടെ മക്കളെ പോലെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. ഇത് ഞങ്ങളുടെ കടമയാണെന്നും ഇതുകൊണ്ട് തന്നെയാണ് ഈ മക്കളെയും അവരുടെ രക്ഷിതാക്കളെയും അതിഥികളായി സ്വീകരിക്കുന്നതെന്നുമാണ് കുറ്റ്യാടി ടൗൺ പരിസരവാസികൾക്ക് പറയാനുള്ളത്. ഞങ്ങളെല്ലാം ഈ പരിപാടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഞങ്ങളോടൊപ്പം ഈ പ്രദേശത്തെ എല്ലാവരും ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയിലാണ്. എന്തായാലും ഒരു സംഭവമായിരിക്കും, യാതൊരു സംശയവുമില്ല. ഇതിന്റെ ഭാഗമായി 200ഓളം വീടുകളിൽ അതിഥികളെ സ്വീകരിക്കാൻ ആഘോഷമെന്നോണമുള്ള ഒരുക്കപ്പാടുകൾ നടന്നു വരികയാണ്. ഞങ്ങൾ റെഡിയാണ്, എല്ലാത്തിനും റൂം റെഡിയാക്കി. നമ്മളെ മക്കൾ തന്നെയല്ലേ ഞങ്ങൾ കാത്തിരിക്കുന്നത്. എപ്പായാലും വന്നോട്ടെ. ആർത്തോളം തണൽ ഇന്റർ സ്കൂൾ കലോത്സവത്തിനായി ഒരുങ്ങുകയാണ് കുറ്റ്യാടിയിലെ വീട്ടുകാർ. തണൽ മക്കളെ സ്വന്തം മക്കളായി ചേർത്ത് പിടിച്ച് അവരുടെ ശാരീരിക അവസ്ഥകൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ എല്ലാ വീട്ടുകാരും ഒരുങ്ങിയിരിക്കുന്നു. അവരെ സ്വന്തം മക്കളായി കണ്ട് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നമ്മളെ മക്കളെ സ്വീകരിക്കാൻ ഈ നാടും വീടും ഒരുങ്ങിയിരിക്കുകയാണ്. പരിപാടിയെ സ്വീകരിക്കാൻ ഞങ്ങൾ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. 8, 9 തീയതികളിലുള്ള പരിപാടിയിൽ 200ഓളം വീടുകൾ ശേഷിയിൽ ഭിന്നരായ മക്കളെ രാത്രിയിൽ താമസിപ്പിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ താമസത്തോടു കൂടി ആ മക്കളുടെ രക്ഷിതാക്കൾ എങ്ങനെയാണ് രാത്രി കഴിച്ചു കൂട്ടുന്നത് എന്ന് ആ വീട്ടിലുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കൾ രാത്രി ഉറങ്ങാതെ ആയിരിക്കും കഴിച്ചു കൂട്ടുന്നത്. ചില മക്കൾ രാത്രി ഉറങ്ങില്ല. ഒന്നുകൂടി നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമല്ലോ 8, 9 തീയതികളിൽ നമ്മുടെ പരിപാടി വിജയമാക്കാൻ.